പക്ഷെ ഷെഫിളക്ക് വേണ്ടി ഉണ്ടാവുന്ന കാര്യത്തില്ല, കാരണം അത്ര ഡിമാൻഡാണ് വീട്ടിലുള്ള ആൾക്കാർക്ക്. ലാർജ് എഗ് എന്ന് പറഞ്ഞിട്ട് 50 ഗ്രാം എന്ന് പറഞ്ഞു. ഈ ഒരു റെസിപ്പിന്ന് നമ്മൾ അടുക്കള കയ്യിലാക്കിയിരിക്കുന്നു. So how was your experience? കട്ട ഫ്ലോപ്പ് ആണ് ഞങ്ങൾ ആദ്യമേ ഉദ്ദേശിച്ചോണ്ടിരുന്നത്. ആദ്യമേ നമ്മൾ വെള്ളം എടുക്കുക, എന്നിട്ട് ബട്ടർ ഇടുക, എന്നിട്ടാണെങ്കിൽ അതിലേക്ക് പഞ്ചസാര ഇടുക, ഉപ്പ് ഇടുക, ഉപ്പ് ശകലം ഇട്ടാൽ മതി. എന്നിട്ട് അതിട്ട് ഇങ്ങനെ ഇളക്കുക, ബട്ടർ മെൽറ്റ് ആവുന്ന വരെ ഇങ്ങനെ ഇളക്കിയിട്ട് ബട്ടർ ബോയിൽ ആവുന്ന സമയമാകുമ്പോൾ ഫ്ലോവർ 120 ഗ്രാം ഇട്ട് കൊടുക്കണം. വേണ്ട അളവിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് 120 ഗ്രാം 120 അത് എല്ലാത്തിന്റെ അളവ് സെയിം ആക്കിയിട്ട് വേണം 120. വെള്ളത്തിന്റെ അളവ് അനുസരിച്ച് വേണം മറ്റേ ഫ്ലോറിന്റെ അളവ് എടുക്കാൻ, ഇല്ലെങ്കിൽ കുഴഞ്ഞ വെള്ളം മാതിരി ഇങ്ങനെ ഇതായിപ്പോ. അത് കഴിഞ്ഞിട്ട് ഇതുള്ള മുട്ട 50 ഗ്രാമുള്ള മുട്ട എടുക്കണം. 60 ആയ പറ്റത്തില്ല. 50 to 60 ഇടയ്ക്ക് നിൽക്കുന്ന ഒരു നമ്പർ ആയാലും അതിന്റെ സ്വാദ് ഉണ്ടാവും. സ്വാദ് നിങ്ങൾക്ക് ഏതളവിലാണ് ഇത്ര സംശയം? മുട്ടയ്ക്ക് 50 ഗ്രാം ലാർജ് എഗ് എന്ന് പറഞ്ഞേക്കണം. 50 ഗ്രാം ലാർജ് എഗ് എന്ന് പറഞ്ഞിട്ട് 50 ഗ്രാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ ഒരു മുട്ട എടുത്തു. അത് ഞാൻ എടുത്തു. ഇനി ആദ്യം എടുത്ത മുട്ട എത്ര ഗ്രാം ആയിരുന്നു? 60 ഗ്രാം എന്ന് ആദ്യമേ ഒരു മുട്ട എടുത്തത്. ഞങ്ങൾ ഗ്രാമിലാണ് മിഷീനോട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വെറുതെ വെച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ 50 ഗ്രാമിനുള്ള മുട്ട ഇനി വേണം, കാരണം ബാക്കിയുള്ള എല്ലാത്തിന്റെ അളവ് എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ട് അത് മാത്രം അത് ഞാൻ ആദ്യം പറഞ്ഞ എടുത്തത്. കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാ അളവും കൂടി നോക്കിയിട്ട് 50 കിട്ടിയാലോ എന്നോർത്തിട്ട് എല്ലാ മുട്ടയും വെച്ച് നോക്കി. അത്ര കഷ്ടപ്പാടൊന്നുമില്ല. 10-16 മുട്ട ഉണ്ടാവുള്ളൂ. ഞാൻ വെച്ച് നോക്കിയപ്പോ ഒന്ന് 60 ഒന്ന് കിട്ടി. അത് തന്നെ എല്ലാത്തിനും കുറവ് കിട്ടി. 60 ഒന്ന് കിട്ടി. അതിനെ അത് 54 കിട്ടി. അത് ഞങ്ങൾ എടുത്ത് 54 കൊണ്ട് ഞങ്ങൾ മുട്ട എടുത്ത് നോക്കിട്ട് പറഞ്ഞു നീ എങ്ങനെ 50 ഗ്രാം തന്നെ വേണമെങ്കിലോ. അല്ലല്ല, ഞാൻ അങ്ങനെ അത്ര ഇതായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി അറിഞ്ഞു. അയ്യോ 54 കുഴപ്പമില്ലല്ലോ, ഇത് മണക്കമുണ്ടല്ലോ. 54 ആയതുകൊണ്ടാണ് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ശരിയാ നമ്മള് വാനില എസൻസ് ഉണ്ട്. അത് അമ്മയടുത്ത് പറയാണ്ടാണ് ഞങ്ങൾ വാനില എസൻസ് എന്റെ സ്വന്തം അളവിൽ ഞാൻ ഇട്ടേക്കണത്. അപ്പൊ വാനില എസൻസിന് ഒരു അളവ് പറഞ്ഞില്ലായിരുന്നു? ആദ്യമേ ഒരടപ്പ് ശകലം ഇട്ട് അത് കഴിഞ്ഞിട്ട് ശകലം കൂടി ഇട്ടിട്ട് ഞാൻ ഇട്ടു. കാരണം മുട്ടയുടെ ഇതിന്റെ ഇത് മണമെന്ന്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കുറെ നേരം ഇളക്കി. എന്നിട്ട് ചേച്ചി ഇത് ശരിയാവൂലെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു മറ്റേ ഫ്ലോർ എടുത്തിടാൻ. അന്നേരം പറ്റത്തില്ല ചേച്ചിക്ക്, അത് ബോയിൽ ആയിട്ട് ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ബോയിൽ ആവാണ്ട് കുറെ നേരം എടുത്തോണ്ട് ബോയിൽ ആവാണ്ട് തന്നെ ഇട്ട്. എന്നിട്ട് അത് ശരിയായിപ്പോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് ഡോ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കുറെ നേരം ഇളക്കി ആദ്യമേ തടിയുടെ ഇത് ഡോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അവര് പറയാ മുട്ട എടുത്തിടാൻ. ആ ഡോ ഉണ്ടാക്കി ഇത് ഫുള്ള് നശിപ്പിക്കും. നമ്മൾ ഇടണോ വേണ്ട? മുട്ട ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ വീഡിയോ ഫുള്ള് കണ്ടിട്ടല്ലായിരുന്നു? അല്ല, അന്നേരം മുട്ട ഇടുന്ന കണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു തീർത്ത, കാരണം ഉള്ള സാധനം മുഴുവൻ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മുട്ട ഇട്ട് കഴിയുമ്പോൾ അതെല്ലാം കൂടി വീണ്ടും ഡോ എല്ലാം കൂടി ഇങ്ങനെ മറ്റേ മുട്ട എടുത്ത് എല്ലാം കൂടി ഇങ്ങനെ കുറെ പീസായിട്ട് ഇങ്ങനെ ഇത് മുറിഞ്ഞ. അത് കഴിഞ്ഞാൽ ശരിയാന്നു. അതുകൊണ്ട് അവര് പറഞ്ഞു കുറച്ചേരം ഇളക്കി കഴിയുമ്പോൾ ശരിയാവൂന്ന് അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കുറെ നേരം ഇട്ട് ഇങ്ങനെ ഇളക്കി. അത് കഴിഞ്ഞ് സ്പാച്ചിൽ അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിറങ്ങിയ മുട്ടയ്ക്ക് വേണ്ടി സ്പാച്ചിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സ്റ്റൗവിൽ വെക്കാണ്ട് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിന് 5 മിനിറ്റ് കൂളാക്കാൻ വേണ്ടി വെക്കണം പുറത്ത് ഇങ്ങനെ വെറുതെ സൈഡിലായിട്ട്. ടൈമർ ഇട്ടു 5 മിനിറ്റ്, കൃത്യം 5 മിനിറ്റ്. ഞാൻ പറഞ്ഞു ഇവിടെ ടൈമർ വെക്കാണ്ടെന്നുള്ള കാര്യം. ഒരു ടൈമർ സ്വന്തമായിട്ട് വെച്ച് എന്നെ ചെറിയ ആവശ്യമില്ല. അയ്യോ നാണ് വരുന്നത്. അത് 6 മിനിറ്റ് എങ്ങാനും വെച്ച് അത് പോയായിരുന്നെങ്കിലോ? അതുകൊണ്ടാ ഞാൻ വെച്ചേ. കൃത്യം 5 മിനിറ്റ് അവര് പറയുന്ന. ഇവള് സമ്മതിക്കത്തില്ല. പിന്നെ 5 മിനിറ്റ് 5 മിനിറ്റ് അവിടെ വെച്ച് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാൻ നമുക്ക് കൈ കൊണ്ട്. കാരണം പൈപ്പിംഗ് ബാഗിനൊന്നും ഇത്രയും ചെറിയ അളവുകൾ അത് മുഴുവൻ ഉണ്ടാക്കി തരണമെങ്കിൽ എന്നാണ് കുറെ മണിക്കൂർ. കൈ കൊണ്ട് വന്നപ്പോ വലിപ്പം കൂടിയല്ലേ? പൈപ്പിംഗ് ബാഗും കൊണ്ട് വന്നപ്പോ അതല്ല, പക്ഷെ അത് ഭയങ്കര ചെറിയതായിരുന്നു ആ സാധനം. അവരുണ്ടാക്കിയത് പോലെ നല്ല വലിയതാണ്. അപ്പൊ അത് ഇങ്ങനെ ഭയങ്കര വലിയ 2-4-5 ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് തന്നെ നമ്മള് സെറ്റ് ആക്കി ചോക്കത്തിൽ കഴിച്ചു നോക്കി. വളരെ നല്ലതാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ?
ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അമ്മ ഇവിടെ വന്നു. അപ്പൊ അവളമ്മ എടുത്ത് എണ്ണ കളിക്കുന്നതിന് മുമ്പ് അമ്മ ഞങ്ങളാണെങ്കിൽ എണ്ണ കളിക്കാൻ പോകുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു കണ്ടിന്യൂ. എന്നിട്ട് അമ്മ ചിക്കൻ വെച്ച എണ്ണയാണ് തന്നത്. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് അത് കഴിച്ച് നോക്കിയപ്പോ ചെറിയൊരു എരിവുണ്ടായത്. എണ്ണയാണേലും നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിമാനിച്ചിരിക്കുകയാണ്. വേണം നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ഇത്ര മുകളിലിട്ടിക്കാം, ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. ആഹാ ഇപ്പൊ തന്നെ ഇരുന്ന് പറയേണ്ടി വരും. ഏറ്റവും നല്ല ഷെഫ് ഏതായിരുന്നു? ഒരാളുണ്ടായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട് ചേച്ചി. ഒന്നും ചെയ്തില്ല, ഞാൻ മാത്രല്ലേ. അവിടെയാണിത്. അല്ല ചേച്ചി, നിങ്ങൾ ഇത് ആരുടെ വീഡിയോ നോക്കിയിട്ടാണ് നിങ്ങൾക്കടെ ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി? അവര് എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കി? 4 മിനിറ്റ്. നമ്മളിവിടെ 1 hour എടുത്തിട്ടുണ്ട്. അതൊരു വീഡിയോ എടുത്തോണ്ടല്ലോ നമ്മൾ കഷ്ടപ്പെട്ട്. അവര് നമ്മളെ മാതിരി തന്നെ 1 hour ആയി കിട്ടിയാണ് എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ പോയത്. 6 മണി വരെ. എന്നിട്ട് ഇപ്പൊ സമയം 7 ആയല്ലോ. 6 മണി വരെ. അല്ല ശരി, 7 മണി വരെ. എന്നാണെങ്കിൽ ഞങ്ങള് എന്നാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റും കൊണ്ട് അവരുണ്ടാക്കിയ സാധനം. 15 മിനിറ്റ് അല്ല, 4 മിനിറ്റ്. 4 അവര് ബിഹൈൻഡ് സീനിലാണെങ്കിൽ അവരിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 4 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഇവിടെ 3 മണിക്കൂറും കൊണ്ട്. അങ്ങനെ പറയരുത്. അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് സ്വാദോടെ ഉണ്ടാക്കിയതാ. അവരാണെങ്കിൽ ബിഹൈൻഡ് സീൻ നമ്മളെ കാണിക്കാത്തോണ്ടാ. പറ്റത്തില്ല ഇത്. അതെ, എന്നാലും ഒരു 3 മണിക്കൂർ അങ്ങനെയല്ല, നമ്മൾ ആസ്വദിച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ് 4 മിനിറ്റ് അല്ല 3 മണിക്കൂറൊക്കെ എടുത്തത്. സത്യം. ഇല്ലാണ്ട് വെക്കം ഉണ്ടാക്കുവാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ്. അല്ലല്ല, നമ്മൾ തന്നെ നമ്മളെ കുക്ക് ചെയ്യാൻ നമ്മൾ ആസ്വദിച്ച് പോകണം. നമ്മൾ ആസ്വദിച്ചാണ് ഓരോ നിമിഷങ്ങൾ നമ്മളെ കൈകൂട്ടി കഴിഞ്ഞത്. അത് ഞാൻ കേട്ടായിരുന്നു. അയ്യോ ഇതിടാൻ അരിപ്പയില്ലേ, എടി അരിപ്പ എടുക്കടി, ഈ അരിപ്പയല്ലേടി മറ്റേ അരിപ്പ. അതൊന്നും നമ്മളിവിടെ പറയത്തില്ല. അതൊന്നല്ല, നമ്മൾ എണ്ണയെന്ന് കോരിയ സമയത്താന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് നീ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അരിപ്പ എടുത്ത് തരാൻ പറഞ്ഞത് അവളെ അരിപ്പ എടുത്തത് ഞാൻ തന്നെ. എന്നിട്ട് ഇവിടുന്ന് ചെയ്ത് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇട്ട് എണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ ഹൈജീൻ നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്തത്. കൈയൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ജനൽ തുറന്നിട്ടിട്ട് ഈ ചോറ് നമ്മൾ അവിടെ ഇങ്ങനെ 2 സെക്കൻഡ് വെച്ച് ഇങ്ങനെ ചൂട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴിച്ചു നോക്കി. വേണം നമുക്ക് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ഇട്ടായിരുന്നെങ്കിൽ സത്യം അതിനായിരുന്ന പോലെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൗഡർ ഷുഗർ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി പൗഡേർഡ് ഷുഗർ ഇട്ടാലും നല്ലതായിരുന്നു. പക്ഷെ എന്നാലും ആ മുട്ടയുടെ 4 ഗ്രാം കൂടി പോയത് കൊണ്ട് അതിന്റെ ആ ഒരു ഇത് നന്നായിട്ടുണ്ടടി, എടുത്തു കാണിക്കുന്നുണ്ട്. 54 നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. നിങ്ങൾ എല്ലാരും വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് സ്വന്തമായിട്ട് അഭിമാനിച്ച് കസാര നമുക്ക് ഷോപ്പിൽ പോയാലും കിട്ടൂടി ചൂറോസ്. നീ എന്നെ തൂക്കരുത്. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക, സ്വന്തമായിട്ട് ഉണ്ടാക്കി നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുക. സ്വന്തമായിട്ട് എല്ലായിടത്തും പോയിട്ട് വീഡിയോ ഇട്ടിട്ട് ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് ചൂറസ് ഉണ്ടായിരിക്കുന്നു, ഞാൻ അഭിമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയില്ല. ഇത് തന്നെ ഉണ്ടാക്കിയത് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല. മറ്റേ മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജില് അല്ലല്ല മലയാള മനോരമ പത്രത്തിൽ നാളെ നമുക്കൊരു ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്താലോ? ഞങ്ങൾ മറ്റേ എന്ത് സാധനം ചൂറോസ്. പേരെനിക്ക് കിട്ടുന്നില്ല. വല്ല കപ്പ ഒഴുകിയതായിരുന്നെങ്കിൽ അതേ പറയാൻ എളുപ്പമുണ്ടായിരുന്നു. കപ്പ ഒഴുകിയ പറയാ തീരക്ക് അതുണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. അതേം പറയായിരുന്നു. നാളെ രാവിലെ സ്വീറ്റ് തിങ്സ് ഉണ്ടാകത്തുള്ളൂ. അല്ല, നമുക്ക് നാളെ ഇങ്ങനെ മലയാള മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുക്കാം. നിങ്ങളുടെ പടവും വെച്ചിട്ട് ഇവർ ചൂറോസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇടണം ഷെഫുകളെ വന്ന് കഴിക്കും. നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, സാധിച്ച് തരണം. എന്നിട്ട് ആഹാ എന്ന് പറയണം. പക്ഷെ ഷെഫുകളേക്ക് വേണ്ടി ഉണ്ടാവുന്ന തരത്തില്ല, കാരണം അത്ര ഡിമാൻഡാണ് വീട്ടിലുള്ള ആൾക്കാർക്ക്. സത്യം. പിള്ള വന്നിട്ട് അല്ലടി കഴിച്ചു നോക്കണ്ടേ? നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ ഇവിടെ മാസ്റ്റർ ഷെഫ് ഇല്ലേ മത്സരിക്കാൻ പോയി. നമ്മള് മലയാളികളും തമ്മിലുള്ള അത് മതി. നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഷെഫ് പിള്ളയും പണ്ട് മാസ്റ്റർ ഷെഫിൽ മത്സരിക്കാൻ പോയിട്ടുള്ളത്. അത്രയും വരെ പോകണ്ട. അതന്നെ ഞങ്ങൾ തന്നെ ഇതായി, നമ്മള് തന്നെ പൊങ്ങി. ഇനി പൊങ്ങ സ്ഥലം ഇല്ലാത്തോണ്ടാ. ഷെഫ് പിള്ള ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി. അഭിപ്രായം കേട്ട് കഴിഞ്ഞാല്
വേറെ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ഇനി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ. കീപ് ഇറ്റ് അപ്പ്. പുതിയ വിഭവങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും. ഓക്കെ ശരി, ശരി എന്നാ ബൈ ബൈ. നമ്മൾക്ക് പോയി ഒരു പരിപാടി കണ്ടിട്ട് വരാം. ഹലോ മസ, ലുക്ക് അറ്റ് അവർ തിങ്സ്. നമ്മൾ ചൂറോസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ചോക്ലേറ്റ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരണമായിരുന്നു. ആക്ച്വലി സോറി, ഡോണ്ട് മൈൻഡ് ദ ഷേപ്സ്. അപ്പോൾ ദീസ് ആർ ദ എന്താ സാധനത്തിന്റെ പേരെന്താ? ചൂറോസ്. Can you stop അല്ലേ? ഇവര് കഷ്ടപ്പെട്ട് മേടിച്ചു. How is it? വൗ, അടിപൊളി. ഒരു റെസിപ്പിന്ന് നമ്മൾ അടുക്കള കയ്യിലാക്കിയിരിക്കുന്നു. നിന്നോട് എടുത്തോളം പറഞ്ഞായിരുന്നല്ലോ ഞാൻ. പക്ഷെ ഈ റെസിപ്പി അമ്മ കഴിച്ച് നോക്കിയിട്ട് അമ്മ അങ്ങനെ എടുത്ത് അടുക്കള കൈയെടുത്ത് പറയണം. എനിക്കൊന്ന് കേൾക്കണം ഒന്നുകൂടി. ഒന്ന് പറയാം. പറ. അടുക്കള കൈയ്യെടുക്കണോ? കൊള്ളാം, നോട്ട് ബാഡ്. ആ നോട്ട് പാടുകൊണ്ടോട് എന്താ ഉദ്ദേശിച്ചത്? എന്തായാലും കുറവുള്ളതെന്ന് പറയാം. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കഴിക്കുമ്പോ എനിക്ക് വയ്യ. അമ്മ ഇത്ര നേരം അടുക്കള കാണാനല്ലോ. ഇതൊരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. We will clean it. We will clean it. ഓക്കെ, എന്നാ ക്ലീൻ ഇട്ടു.